and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു ഹല്ലൂമി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. ഹല്ലൂമി ചീസ് എന്ന് പറഞ്ഞാൽ ചീസുകളിൽ ഏറ്റവും ഹെൽത്തിയായ ചീസാണ്. ഇത് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചീസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ബ്രെഡാണ്, സമൂൺ ബ്രെഡ്, ഇങ്ങനത്തെ നീണ്ട ബ്രെഡാണ്. ഇനി ഈ ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കുറച്ച് മയനൈസ് തേച്ച് കൊടുക്കാം. മയനൈസ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ചീസ് ഇഷ്ടമാണെങ്കിൽ ചീസും തേച്ച് കൊടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. രണ്ട് ഭാഗത്തും നന്നായിട്ട് നമുക്ക് ചീസ് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മയനൈസ് തേച്ച് കൊടുക്കാം. ബട്ടർ ഇഷ്ടമാണെങ്കിൽ ബട്ടറും തേച്ച് കൊടുക്കാം. രണ്ട് ഭാഗം നന്നായിട്ട് മയനൈസ് തേച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്കൊരു നന്നായിട്ട് ബീറ്റ് ചെയ്ത എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് നന്നായിട്ട് നമുക്ക് ഒരു സൈഡ് വേവിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മുകളിൽ കുറച്ച് പച്ചെണ്ണ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മയനൈസ് തേച്ച ബ്രെഡ് ഇതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് കവർ ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് നമുക്ക് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. എന്നിട്ട് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. ബ്രെഡ് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. ബ്രെഡിൻ്റെ മറ്റേ സൈഡ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. കുറേ നേരമൊന്നും വെക്കണ ആവശ്യമില്ല. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹല്ലൂമി ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു 2 ടീസ്പൂണ് ഓയിൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായാൽ നമുക്ക് ഓരോ പീസ് ഹല്ലൂമിൻ്റെ ഇങ്ങനെ ഒരു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പീസും നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. അങ്ങനെ മാറ്റി മറിച്ചും കൊണ്ട് നമുക്ക് സൈഡ് മാറ്റി മറിച്ചും കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ആവണം. ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് എല്ലാ പീസുകളും ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാണ്. അപ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അസംബിൾ ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ എഗ്ഗും ബ്രെഡും ശരിയാക്കി വെച്ചിരുന്നത് മുകളിൽ നമുക്ക് അതിന് മുകളിൽ കുറച്ച് ഗ്രീൻ ചട്നി തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പെസ്റ്റോ സോസാണ്. ഇതും സ്റ്റോർ ബ്രോഡ് പെസ്റ്റോ സോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചട്നി, പുതിന ചട്നി, മല്ലിയിലൻ്റെയും പുതിനൻ്റെയും ചട്നി യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഹല്ലൂമി സാൻഡ്വിച്ചിൽ പെസ്റ്റോ ചട്നിയാണ് തേച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ സൈഡിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക ക്വാണ്ടിറ്റി ഒക്കെ. എന്നിട്ടൊരു ലെറ്റ്യൂസിൻ്റെ ലീവ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ലെറ്റ്യൂസിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് പിന്നെ തക്കാളിയും സവാളയും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഹല്ലൂമിൻ്റെ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരുന്നത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹല്ലൂമി സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മറ്റേ സൈഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നന്ന ചൂടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ സാൻഡ്വിച്ചാണ്, വളരെ ഈസിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഡിഷാണ്. വേഗം മടിയാണ് ദിവസങ്ങളൊക്കെ നീച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. ഹല്ലൂമി ഏത് സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.